ಒಬ್ಬ ಮುಸ್ಲಿಮು. ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ. ಅವ್ರಿಗೇನ್ ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. ജസ്റ്റിസ് അവിടുത്തെ BJPയുടെ പ്രധാന നേതാവാണ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് R. അശോക. അദ്ദേഹം പറയുന്നത് പരാതിക്കാരൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുകയാണ്. പച്ചക്കള്ളമാണ്. പരാതിക്കാരൻ ഒന്നാമത്തെ കാര്യം മുസ്ലിമല്ല. കേരളത്തിൽ ഗൂഢാലോചന എന്ന് പറയുകയാണ്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ഒരു ഗൂഢാലോചനയുമില്ല. എസ് ജയസൂര്യൻ, ഇവിടെ ഒരു ദീർഘനാളായി തുടരുന്ന ആരോപണങ്ങൾ, അതിലൊരു പരാതിക്കാരൻ രംഗത്ത് വരുന്നു. പരാതിക്കാരൻ തെളിവുകൾ അടങ്ങുന്ന തലയോട്ടിയുമായി കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലടക്കം മൊഴി പറയുന്നു. കോടതി ആ മൊഴി രേഖപ്പെടുത്തി പോലീസിനോട് പറയുന്നു. SIT ഉണ്ടാക്കുന്നു, അന്വേഷണം ഉണ്ടാകുന്നു. അതിൽ എന്തിനാണ് അവിടുത്തെ BJPക്ക് ഒരു പ്രശ്നം? എസ് ജയസൂര്യൻ, BJPക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് BJP അവിടെ സമരമുഖത്താണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമരരംഗത്ത് BJP വന്നിട്ടുണ്ട്. BJP ഇപ്പോഴും ഈ അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. SIT അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടുപിടിക്കട്ടെ. ഇതാണ് BJPയുടെ നിലപാട്. ആ കാര്യത്തിൽ BJPയുടെ നേതൃത്വം കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റവാളികൾ ആരാണേലും കണ്ടുപിടിക്കണം, അന്വേഷണം കൃത്യമായി നടക്കണം. അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണയും BJP അവിടെ നൽകിയിട്ടുണ്ട്. അതിന് BJPക്ക് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവേണ്ട കാര്യമില്ല. അശോക അവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അവിടുത്തെ തലപ്പൊക്കമുള്ള നേതാവാണ്. അത് പറയാൻ കാരണം എന്താണ്? അവിടുത്തെ സഭയിലെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കേണ്ട നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അശോക പറയുന്നത് പരാതിക്കാരൻ മുസ്ലിമാണെന്നാണ്. എന്തിനാണ് ആ ഒരു വ്യാജം, പച്ച നുണ പറയുന്നത് അവിടുത്തെ BJP നേതാവ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്? അതിനെക്കുറിച്ചും അന്വേഷിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് വ്യാജമാണോ, അത് പച്ച നുണയാണോ, അന്വേഷിക്കട്ടെ. അശോക പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അശോക പറഞ്ഞ ഒരു വാചകമാണല്ലോ ഇപ്പോൾ താങ്കൾ എടുത്തു പറഞ്ഞത്. അതും അന്വേഷിക്കട്ടെ. BJPയെ സംബന്ധിച്ച് ആ കാര്യത്തിലും യാതൊരു സംശയമില്ല. അശോക എന്തിനു നുണ പറഞ്ഞു, അന്വേഷണ പരിധിയിൽ കൊണ്ടുവരട്ടെ. അല്ല ജയസൂര്യ, അങ്ങനെയല്ല. അല്ല, ഞാൻ പറഞ്ഞത് പരാതിക്കാരൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രൈസ്തവനാണോ എന്ന കാര്യം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം എന്താണ്? ഒരു പരാതിക്കാരൻ മുന്നോട്ട് വരുന്നു, അദ്ദേഹം ശുചീകരണ തൊഴിലാളിയാണ്, അദ്ദേഹം ഒരു ദളിതനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര കാലം വരെ എന്നെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, ഇന്ന സ്ത്രീ ശരീരങ്ങളടക്കം എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കുഴിച്ചിട്ടു, എനിക്ക് കൃത്യമായി ഇന്ന സ്ഥലങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും, എൻ്റെ കയ്യിൽ ഈ ബാഗിൽ തലയോട്ടിയാണ് ഇതിനുള്ള പ്രാഥമിക തെളിവ്, നിങ്ങളിത് പരിശോധിക്കൂ, എന്നെ നുണപരിശോധന നടത്തൂ എന്ന് പറഞ്ഞ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ എന്തിനാണെന്ന് കേരളത്തിൽ ഗൂഢാലോചന എന്ന വ്യാജം അവിടുത്തെ BJP നേതാവ് പറയുന്നത്? എസ് ജയസൂര്യൻ, മനസ്സിലാവുന്നില്ല BJPയുടെ താല്പര്യം എന്താണെന്ന്. ഞാൻ പറയുന്നു, ആ BJPയുടെ താല്പര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, അശോകയിൽ സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ. അശോകയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കട്ടെ. അപ്പോൾ സത്യം പുറത്തു വരുമല്ലോ. ആ കാര്യത്തിൽ BJP SITയോട് സഹകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഏത് കാര്യവും അന്വേഷിക്കാം. അശോകയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കാം. അന്വേഷണം നടക്കട്ടെ. അത് പക്ഷേ ഒരു ഒഴുക്ക മറുപടിയെ പോലെ ജയസൂര്യൻ, അവിടുത്തെ നേതാവ് അന്വേഷണം അസാധ്യമെന്ന് കരുതിയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന അധോശക്തികൾ ഒരു കാലത്തും സാധ്യമാവില്ലെന്ന് കരുതി അന്വേഷണം എന്തോ ഒരു അത്ഭുതത്തിൽ സാധ്യമാവുകയാണ്. എന്തോ ഒരു അത്ഭുതത്തിൽ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. എന്തോ ഒരു അത്ഭുതത്തിൽ നേരത്തെ ഈ സുജാതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഞ്ജുനാഥ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഏതോ കാരുണ്യത്തിൽ അന്വേഷണം സാധ്യമാവുകയാണ്. അത് സാധ്യമാകുമ്പോഴേക്കും ആ അന്വേഷണത്തിന് കൂമ്പടക്കണം എന്ന താല്പര്യമാണ് അശോകയ്ക്ക്. എന്തിനാണെന്ന് BJP കൂടി അന്വേഷിക്കണം ശ്രീ ജയസൂര്യൻ. അല്ലെന്നേ, അങ്ങനെ കൂമ്പടക്കണമെന്നുള്ള താല്പര്യമൊന്നും BJPക്കില്ല. BJPയുടെ എല്ലാ നേതാക്കളും, യെദ്യൂരപ്പയടക്കം അശോകയടക്കം എല്ലാവരും ഈ അന്വേഷണത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് താല്പര്യം. അതിൽ അശോകയെന്നോ യെദ്യൂരപ്പയെന്നോ ആര് തന്നെ ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥയും അന്വേഷിച്ചോട്ടെ. അവരെന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളതും അന്വേഷിച്ചോട്ടെ. എല്ലാം അന്വേഷണ പരിധിയിൽ വരട്ടെ, സത്യം പുറത്തു വരട്ടെ. സത്യം പുറത്തു വന്നേ മതിയാവുകയുള്ളൂ. കാര്യം ഇത്ര 485 മൃതദേഹങ്ങളുടെ കാര്യം ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ട്, അതിന് ശേഷവും തിരോധാനങ്ങളുണ്ട്, ഏറ്റവും ഒടുവിലും വരുന്നുണ്ട്.